ചെറിയൊരു പീക്ക് ലോഡ് മാനേജ്മെന്റ്, അത്രയുള്ളൂ. ഇതിനെയാണ് സംസ്ഥാനത്തെ താൽക്കാലിക വൈദ്യുതി നിയന്ത്രണത്തെ ലോഡ് ഷെഡിംഗ് ആക്കി മാധ്യമങ്ങൾ എന്ന് ദേശാഭിമാനി പറയുകയാണ്. ലോഡ് ഷെഡിങ്ങിന് ഉന്നതതല യോഗം തീരുമാനിച്ചു എന്നാണ് പുതിയ വ്യാജ വാർത്ത. അവരൊക്കെ വ്യാജ വാർത്തയാണ് കൊടുത്തത്. അപ്പൊ ഒരു കാര്യം ചെയ്യണം, നാളെ മുതൽ നിങ്ങൾ എല്ലാവരും മാതൃഭൂമി, മനോരമ, കേരള കൗമുദി, ജന്മഭൂമി, ദീപിക, മാധ്യമം തുടങ്ങിയ പത്രങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർ അതൊക്കെ നിർത്തി. അതുകൊണ്ടാണ് ഇവിടെ ലോഡ് ഷെഡിങ്, പവർ കട്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പത്രം വാങ്ങിയിടോ. എന്നാ ലോഡ് ഷെഡിങ് ഇല്ല, പവർ കട്ട് ഒന്നുമില്ല. രാത്രി കൊതുകടി കൊണ്ട് നിങ്ങൾ ഇങ്ങനെ വേർത്തൊലിക്കുമ്പോൾ 2 മുദ്രാവാക്യം വിളിച്ചാൽ മതി. പിണറായി വിജയൻ ജയിക്കട്ടെ, പിണറായി വിജയൻ നീണാൾ വാഴട്ടെ, മുഹമ്മദ് റിയാസ് നീണാൾ വാഴട്ടെ, 3ാമതും വരട്ടെ, 4ാമതും വരട്ടെ, 5ാമതും വരട്ടെ. മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടു, ഞങ്ങൾ 3ാമതല്ല 4ാമതും 5ാമതും 6ാമതും 7ാമതും ഒക്കെ വരുന്നു. 3ാമതും 4ാമതും വരുമ്പോഴാണല്ലോ മൂപ്പർക്ക് ചാൻസ്. 3ാമതും വരികയാണെങ്കിൽ പിണറായിയിലേക്ക് മുഖ്യമന്ത്രി, കാരണം 81 വയസ്സായിട്ടുള്ളൂ. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ, പിണറായിക്ക് വേണമെങ്കിൽ ഒരു 5-10 വർഷം കൊണ്ട് മുഖ്യമന്ത്രി ആവാം. അതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പർക്ക് കിട്ടുള്ളൂ, മരോന് കിട്ടുള്ളൂ.